കോഴിക്കോട് കൊടിയത്തൂരിൽ ബുഹാരി ഇസ്ലാമിക് സെന്റർ ഹോസ്റ്റലിൽ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തീരുമാനമായിട്ടുണ്ട്. മരണപ്പെട്ട സിനാന്റെ ബന്ധുക്കൾ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. 2025 ഒക്ടോബറിലാണ് സിനാനെ ഹോസ്റ്റൽ വളപ്പിലെ കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആലുവ തായിക്കാട്ടുകര സ്വദേശി ഷിയാസിന്റെ മകൻ സിനാനെയാണ് കോഴിക്കോട് കൊടിയത്തൂരിലെ ബുഹാരി ഇസ്ലാമിക് സെന്റർ ഹോസ്റ്റൽ കോമ്പൗണ്ടിലെ കുഴിയിൽ വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ കണ്ടത്. 2025 ഒക്ടോബർ 20-നായിരുന്നു സംഭവം. 30-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സിനാൻ മരിച്ചു. കുട്ടി കളിക്കുമ്പോൾ ഹോസ്റ്റലിലെ മലിനജലത്തിൽ വീണുവെന്നാണ് സ്ഥാപന അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞത്. എന്നാൽ സംഭവത്തിൽ ഏറെ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു മോൻ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചിതാക്കിയെന്ന് പറയുമ്പോൾ ഇത് തക്കതായിട്ടുള്ളൊരു റീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. പറയണതിലെല്ലാം വേറെ വേറെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടുകളാണ് വരുന്നത്. പോലീസാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഫോറൻസിക് റിപ്പോർട്ടൊന്നും കിട്ടാതെ തന്നെയാണ് നമ്മുടെ ഈ ക്ലോസ് ചെയ്തേക്കണത്. കുട്ടിയുടെ ശരീരത്തിൽ ഒരു ഒരച്ചിൽ മാത്രമാണ് പറഞ്ഞത്. ഈ ഭാഗത്ത് മാത്രം ഒരു ചെറിയ ഒരച്ചിൽ മാത്രമേ ഉള്ളൂ. കൊച്ചിനൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും കിട്ടിയേക്കണമെന്ന് വെച്ചാൽ കൊച്ചിൻ്റെ ശരീരത്തിൽ ഒരുപാട് 10-25ഓളം പാടുകളുണ്ട്. ഞെക്കിപ്പിടിച്ച പാടുകളുണ്ട്. ഈവൻ കയറുകൊണ്ട് വരഞ്ഞ പോലെ രീതിയിൽ 2 ഷോൾഡർ ചേർത്തിട്ട് ചെറുവിരലിൻ്റെ ഇവിടെ നിന്ന് തൊലി പോയേക്കണത്. അങ്ങനെയൊക്കെയുള്ള ഇത് നമുക്ക് അതിനകത്ത് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒരിക്കലും അത് നോർമലാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ശരിക്കും ഫുട്ബോൾ കളിക്കിടയിൽ വീണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ശരിക്കും മോൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിയല്ല. ഒട്ടും ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. കാരണം വെച്ചാൽ അന്നത്തെ ദിവസം നല്ല മഴയാണെന്നാണ് പറഞ്ഞത്. ആ മഴയുള്ള ദിവസത്തിൽ മക്കളെ ഫുട്ബോൾ കളിക്കാൻ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. സിനാന്റേത് അപകട മരണമാണെന്നാണ് മുക്കം പോലീസിന്റെ കണ്ടെത്തൽ. ഇതേ തുടർന്ന് ബന്ധുക്കൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വഴിയൊരുങ്ങിയത്. ഞങ്ങൾക്ക് കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണം. നമ്മളോട് പറയണ കാര്യങ്ങൾക്കൊന്നും വ്യക്തതയില്ല. ഞങ്ങളുടെ മോൻ എന്തായാലും പോയി. അത് ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയില്ല. എന്നാലും എന്താണ് അവന് സംഭവിച്ചതെന്ന് നമുക്കറിയണം. നാളെ ഇതുപോലൊരു മക്കൾക്കും സംഭവിക്കാനും പാടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോടെ മകന്റെ മരണത്തിൽ സത്യമറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിദേശത്ത് കഴിയുന്ന പിതാവ് ഷിയാസ്. ഞാൻ കൊടുത്തിരുന്ന സംശയങ്ങളൊന്നും ക്ലിയർ ചെയ്യാതെ തന്നെ അവർ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുകയും അതിനോടനുബന്ധിച്ചിട്ട് അവർ തന്നെ സ്വയമായിട്ട് കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. എൻ്റെ നാട്ടിലെ MLA അൻവർ സാദത്തുമായിട്ട് ബന്ധപ്പെടുകയും അതിനോടനുബന്ധിച്ച് ആഭ്യന്തരമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് എൻ്റെ അപേക്ഷ സ്വീകരിക്കുകയും എൻ്റെ പരാതികൾ ബോധ്യപ്പെട്ടതിന് ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ പരിധിയിലാണ് കാര്യങ്ങളിരിക്കുന്നത്. കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചു വരികയാണെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.